ഇനി സുഹൃത്തുക്കളെ, ഞാൻ മറ്റൊരു കാര്യം പറയാ. ഈ പനസുമോളി നടന്ന തട്ടിപ്പ് എന്താണെന്നറിയോ? സദസ്യരെ കൊണ്ട് പറയിപ്പിക്കാൻ. ഇവർ നേരത്തെ പറഞ്ഞ ഏറെ കിട്ടിയ കൊത്തി വലിക്കാൻ എനിക്കറിയാം. അതും ഇവർ ചെയ്യുന്നിപ്പോ. നമ്മളെ പ്രവർത്തകരാരെങ്കിലും ഇവർ ആദർശ സമ്മേളനത്തെ ചോദ്യം ചോദിച്ചാൽ ഇരിക്കവിടെ കേട്ടോ വീണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചോദ്യം ചോദിക്കുക. നിങ്ങളെ അഭിപ്രായം എന്താ? പിന്നെ സദസ്യരോട് ചോദിക്കാം, നിങ്ങൾ ഉറങ്ങണ്ട, ഞാൻ ചോദ്യം ചോദിക്കാം. സദസ്യരോട് പറയിപ്പിക്കാണ്. ജനങ്ങൾ ഉറങ്ങുന്നല്ല, ജനങ്ങൾ ഇയാളുടെ ഈ ശിർക്കാരോപണം കേട്ട് തല കല്ലായിട്ടിരിക്കുക. കൂടെ പ്രവർത്തിച്ച സഹപ്രവർത്തകരെ പറ്റി പച്ചയായ ശിർക്കാരോപിക്കുന്നത് കേട്ടിട്ട് സഹി കെട്ടിട്ടിരിക്കുക. KNM മീറ്റിംഗ് ആണെന്ന് പോകാതിരുന്നാലും കുറ്റം, പോയാൽ ഇത് കേൾക്കുകയും വേണമെങ്കിൽ മരവിച്ചിരിക്കുന്ന ആളുകളോട് പറയാണ്, ഞങ്ങളോട് ചോദ്യം ചോദിക്കാം, മൊയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കല്ലേ? ഞങ്ങൾ മിണ്ടാത്തത്? ഉറക്കപ്പറ. ആളുകൾ മിണ്ടുന്നില്ല. ഉറക്കപ്പറ. ശിർക്ക്. ശിർക്കല്ലേ? ആണ്. മാറൂലല്ലോ? ഇല്ല. ശരി. എന്നാൽ ബദരീങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞാലോ ശിർക്കല്ലേ? ശിർക്ക്. ഇനി മാറ്റി പറയില്ല. ജിന്നെ സഹായിക്കണേ, മലക്കെ സഹായിക്കണേ എന്ന് പറഞ്ഞാലോ ശിർക്കല്ലേ? ശിർക്കാണ്. എന്നാൽ അതാണ് ഇപ്പൊ സക്കരിയ സലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എളുപ്പമായല്ലോ. ജിന്നെ സഹായിക്കണേന്ന്, ബദരീങ്ങളെ രക്ഷിക്കണേ, മൊയ്തീൻ ശൈഖെ കാക്കണേ എന്ന് പറയുന്നത് പോലെ ജിന്നെ കാക്കണേ, മലക്കെ കാക്കണേ എന്ന് സക്കരിയ സലായി പറയുന്നുണ്ട് എന്ന് സാധാരണക്കാരെ ധരിപ്പിക്കാൻ വേണ്ടിയ നാടകം കളി. അതിനു വേണ്ടിയാണ് സദസ്യരെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കുന്നത്. വാസ്തവത്തിൽ എന്താ വിഷയം? അങ്ങനെ എനിക്കൊരു വാദമുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നും എത്രയോ സ്ഥലങ്ങളിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടാണ് മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നതുപോലെ ജിന്നെ കാക്കണേ, മലക്കെ കാക്കണേ എന്ന് പറഞ്ഞാൽ തനിച്ച ശിർക്കാണ്. അങ്ങനെ ആരും ഇവിടെ പറയുന്നില്ല. സുന്നികൾ പോലും ജിന്നെ കാക്കണേ എന്ന് പറയണ്ട, മലക്കെ കാക്കണേ എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ ആർക്കും വാദമില്ല. ഇല്ലാത്തൊരു സാങ്കല്പിക വാദം പറഞ്ഞുണ്ടാക്കിയിട്ട് അതിന് മറുപടി പറയാണ് സുഹൃത്തുക്കളെ ഇവിടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താ ഇവിടുത്തെ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് നമ്മളെ ലബ്ബദാരിമി നേരത്തെ പറഞ്ഞല്ലോ. ഒരു ഹദീസിന്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട ശിർക്കാകാത്ത ഒരു സഹായ ചോദ്യമുണ്ട്. അത് ലോകത്തുള്ള സലഫി പണ്ഡിതന്മാരും ഇതുവരെയുള്ള മുജാഹിദ് പണ്ഡിതന്മാരും എല്ലാവരും അംഗീകരിച്ചതാണ്. യാ ഇബാദല്ലാഹ് അഈനൂനി, യാ ഇബാദല്ലാഹ് യഹ്ബിസു അലയ്യ. അതിന്റെ സനദ് ദുർബലമാണെങ്കിലും അത് ദുർബലമാണെന്ന് പറഞ്ഞിടത്തൊക്കെ നമ്മുടെ സഹോദരന്മാരായ ലോകത്തുടനീളമുള്ള കഴിഞ്ഞ 13 നൂറ്റാണ്ടിലെ സലഫി പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ഹദീസ് ദുർബലമാണ്. പക്ഷെ അതിന്റെ മതനിൽ പറഞ്ഞിട്ടുള്ള ഈ വിളി ഉണ്ടല്ലോ, അത് ദുആ അല്ല, പ്രാർത്ഥനയല്ല. അതുകൊണ്ട് തന്നെ അത് ശിർക്കുമല്ല. അത് എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ മാത്രം പറഞ്ഞിട്ടില്ല. നമ്മുടെ വാദം എന്താ? ചില ആളുകൾ ചോദിക്കാണ്, ഇപ്പൊ ഇന്നലെ നിഅമത്തുള്ള ഖുത്ബ പറയാ, വിജനപ്രദേശത്തും നമുക്ക് അല്ലാഹു മതി, ജനപ്രദേശത്തും നമുക്ക് അല്ലാഹു മതി. അപ്പൊ നമുക്കൊക്കെ വിജനപ്രദേശത്ത് അല്ലാഹു പറഞ്ഞ ജിന്നും കൂടി വേണം എന്നൊരു വാദം ഉണ്ട് എന്ന് വരുത്തിയാണ്. സുഹൃത്തുക്കളെ, ആവർത്തിച്ചു പറയട്ടെ, വിജനപ്രദേശത്തും ജനപ്രദേശത്തും, തോട്ടിലായാലും പുഴയിലായാലും കരയിലായാലും കടലിലായാലും വീട്ടിലായാലും നാട്ടിലായാലും എവിടെ വെച്ചും അല്ലാഹു മതി. യാ അള്ളാന്നാ വിളിക്കേണ്ടത്. അല്ലാതെ മരുഭൂമി ചെന്നാ യാ ജിന്ന്, യാ മലക്, അല്ലെ യാ ഇബാദല്ലാ എന്നല്ല വിളിക്കേണ്ടത്. പിന്നെയോ യാ അല്ലാഹ്, യാ റഹീം, യാ റഹ്മാൻ, യാ ഗഫൂർ എന്നാ വിളിക്കേണ്ടത്. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇല്ലാത്ത വാദം കെട്ടിവെച്ച് കൽപ്പിച്ചു കൂട്ടി ശിർക്കാരോപണം നടത്തി